പെരുമ്പാവൂർ കുറുപ്പംപടി രായമംഗലത്ത് പട്ടാപ്പകൽ മോഷണം. വീടിനുള്ളിൽ നിന്നും 10 പവനോളം സ്വർണവും പണവും നഷ്ടപ്പെട്ടു. വിശദാംശങ്ങളുമായി ഇപ്പോൾ ഉമേഷ് കൂടി ചേരുകയാണ്. ഉമേഷ്, എപ്പോഴായിരുന്നു മോഷണമുണ്ടായത്? പ്രതിയെ പിടികൂടാൻ സാധിച്ചിട്ടുണ്ടോ? എന്തെല്ലാമാണ് വിശദാംശങ്ങൾ? ഇന്നലെ പകൽ ആണ് മോഷണം നടന്നത് എന്നാണ് കരുതുന്നത്. ഈ കുറുപ്പംപടി രായമംഗലത്താണ് സംഭവം. രായമംഗലത്തുള്ള സന്ദീപ് എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ നിന്ന് 10 പവനോളം സ്വർണവും പണവും അടക്കമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഈ കനാൽ കവലയ്ക്ക് സമീപം വാടകയ്ക്ക് താമസിക്കുന്നയാളാണ് സന്ദീപ്. ഇവരുടെ കിടപ്പുമുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന വള, മാല, മോതിരങ്ങൾ ഉൾപ്പെടെയാണ് 10 പവനോളം സ്വർണം നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഈ കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ് സന്ദീപ്. ഇയാൾ ഇവിടെ കോട്ടയത്താണ് അവിടെ ജോലി ആവശ്യത്തിനായി കോട്ടയത്തേക്ക് പോയിരിക്കുകയായിരുന്നു. ഇയാളുടെ ഭാര്യ കുറുപ്പംപടിയിൽ ഒരു സ്വകാര്യ സൂപ്പർ മാർക്കറ്റിൽ ജീവനക്കാരിയുമാണ്. ഇവർ രണ്ടുപേരും ജോലിക്ക് പോയിട്ടുള്ളത്. കൂടാതെ ഇവരുടെ മകൾ സ്കൂളിലേക്കും പോയ സമയം. അപ്പോൾ സ്കൂൾ വിട്ട് വന്ന സമയത്താണ് വീടിന്റെ പിൻവാതിൽ തുറന്നു കിടക്കുന്നതായി കണ്ടത്. പിന്നീട് അകത്ത് കയറി പരിശോധിച്ചപ്പോഴാണ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവും അടക്കം നഷ്ടപ്പെട്ടതായി അറിയുന്നത്. ഒപ്പം ഈ കുട്ടി ഇവരുടെ മകൾ കുടുക്കയിൽ സൂക്ഷിച്ചിരുന്ന പണമടക്കം പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇതുകൂടാതെ കുട്ടിയുടെ നൃത്തത്തിനായി മറ്റും ഉപയോഗിക്കുന്ന ആഭരണങ്ങളടക്കം ഈ മോഷ്ടാവ് കവർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇവർ നൽകിയ പരാതിയിൽ പറയുന്നത്. ഈ സംഭവത്തെ തുടർന്ന് കുറുപ്പംപടി പോലീസ് ഇപ്പോൾ കേസെടുത്ത് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശരി ഉമേഷ്, ഇന്നലെ പകൽ മോഷണം നടന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പെരുമ്പാവൂർ കുറുപ്പംപടി രായമംഗലത്താണ് പട്ടാപ്പകൽ മോഷണം നടന്നത്. 10 പവനോളം സ്വർണം നഷ്ടമായിട്ടുണ്ട്. ഉമേഷാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.